ഹായ് ഫ്രണ്ട്സ്, സ്പൈസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായി ഞാനിവിടെ ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി, പിരിയൻ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഒരു 2-3 കഷ്ണം ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി തൊലി കളയണ്ട, ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ കുറച്ച് വറ്റൽ മുളകുണ്ട്, ചെറിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട്, മല്ലിയില, പിന്നെ ഒരു പിടി കറിവേപ്പില, ഒരു നാരങ്ങയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്, പെരിഞ്ജീരകം, കോൺഫ്ലവർ, ഒരു മുട്ട, പിന്നെ വറുക്കാൻ ആവശ്യമായ എണ്ണ. ഇത്രയാണ് ഇതിനായിട്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചു കൊടുക്കാനായിട്ടാണ്. നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചതച്ച് കിട്ടിയാൽ മതി. ആദ്യം നമുക്ക് ഇത്രയൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വറ്റൽമുളക് ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പിടി മല്ലിയില, എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പില, ഒരു സ്പൂണ് പെരിഞ്ജീരകം, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടെ ചേർത്ത് നമുക്കിത് ഒന്ന് ചതച്ചെടുക്കാം. നമ്മളിതെല്ലാം തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് ചിക്കനിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് തന്നെ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റിന് വയ്ക്കാം. 15 മിനിറ്റ് റെസ്റ്റിന് വെച്ച ചിക്കൻ ഇവിടെ മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു സ്പൂൺ പിരിയൻ മുളക് പൊടി, പിന്നെ ഞാനിവിടെ ഒരു നാരങ്ങയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഇപ്പം മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റിന് വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1 മണിക്കൂർ മസാല തേച്ച് റെസ്റ്റിന് വെച്ച ചിക്കൻ ഇവിടെ മസാലയൊക്കെ പിടിച്ച് നല്ലപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അടുപ്പൊന്ന് കത്തിക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന്
ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു നല്ല ഒരു മണം വരുന്നുണ്ട്. നമുക്കത് ഒരു വശം റെഡി ആയിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. കുറച്ചുകൂടെ മൊരിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് മറിച്ചിടാം. എല്ലാം തന്നെ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഈ വശവും നമുക്കൊന്ന് അടച്ചു വെച്ച് മൊരിച്ചെടുക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അടുത്ത സ്റ്റെപ്പും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പും റെഡി ആയിട്ടുണ്ട്. നമുക്കിതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നല്ല പുറം ക്രിസ്പിയും ഉള്ളും നല്ല സോഫ്റ്റും ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്.